പക്ഷെ അങ്ങനെയൊക്കെ നിർത്തിയെങ്കിലും BJP ഒരു 40 സീറ്റിനകത്ത് തീരാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 60 സീറ്റ് അപ്പുറത്ത് വരും. ആ 60 സീറ്റ് 30-30 32-28 അല്ലെങ്കിൽ 29-31 ഒക്കെ രീതിയിൽ കോൺഗ്രസും പിന്നെ CPM-ഉം പിടിച്ചാൽ, കാരണം കോൺഗ്രസ് എന്തായാലും കുറേ നില മെച്ചപ്പെടുത്തും, തർക്കമില്ല, കുറേ നില മെച്ചപ്പെടുത്തും. അതേസമയം CPM-ന് പല പ്രശ്നങ്ങൾ, ആന്റി ഇൻകംബൻസ് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും കിടപ്പുണ്ട്. ആര്യ രാജേന്ദ്രൻ ഒരു വശത്ത് അവരെക്കുറിച്ച് നല്ല അഭിപ്രായം വന്നപ്പോഴും കുറേ ബാഡ് ഇംപ്രഷൻസ് ഇപ്പോൾ അവസാനത്തെ വോട്ട് വേണ്ട മുട്ടടയിലെ വോട്ടർ സ്ഥാനാർത്ഥിയുടെ വോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി കോർപ്പറേഷനിൽ ഒരു തിരിച്ചടി വന്നാൽ, പ്രത്യേകിച്ച് ശബരിമല വിഷയം, ഇതെല്ലാം കൂടി ജനങ്ങൾക്കേറെ തിരിച്ചു പിടിച്ചാൽ തീർച്ചയായിട്ടും CPM-ന് 10-30 സീറ്റ് 30-35 സീറ്റ് വന്നാൽ അപ്പോൾ തൂക്ക് മന്ത്രിസഭയായിരിക്കും, സഭയായിരിക്കും വരിക. അങ്ങനെ വന്നാൽ BJP-ക്കെതിരെ മറ്റ് 2 കൂട്ടരും കൂടി ഒന്നിച്ചുകൊണ്ട് BJP ഒറ്റക്കക്ഷിയായി വന്നാൽ പോലും ഭരിക്കാൻ കഴിയില്ലാത്തൊരവസ്ഥ വരുമോ?